റോഡിലെ തിരക്കിൽ മകൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. അവൻ്റെ കണ്ണുകൾ വഴിയോരത്തുള്ള കളിപ്പാട്ടങ്ങളെയെല്ലാം സാഗൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവന് വേണ്ടതെന്ന് മാത്രം അവനറിയില്ല. പക്ഷേ തൻ്റെ കയ്യും പിടിച്ച് നടക്കുക എന്നുള്ളത് അവന് ഏറെ പ്രിയമുള്ളതാണെന്ന് അയാൾക്കറിയാം. വീട്ടിലെത്തും മുൻപേ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ അവൻ ഹാപ്പിയാണ്. തിരക്ക് കൂടുന്നുവെന്ന് തോന്നിയപ്പോൾ അയാൾ മകനോട് പറഞ്ഞു, മതിയടാ, ഇനി വീട്ടിലേക്ക് പോവാം. അച്ഛാ, കുറച്ചു നേരം കൂടെ. അവന് മതിയായിരുന്നില്ല. അയാൾ അവൻ്റെ കൈ മുറുക്കെ പിടിച്ചു. പക്ഷേ എപ്പോഴോ അയാളുടെ കയ്യിൽ നിന്നും അവൻ്റെ കൈ നഷ്ടപ്പെട്ടു പോയി. മോനെ, അയാൾ അലറി വിളിച്ചുകൊണ്ടിരുന്നു. അവൻ അച്ഛൻ്റെ കൈ തൻ്റെ കൈവളയിലിട്ട് തലോടിക്കൊണ്ടിരുന്നു. അച്ഛനിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നെപ്പോലെ തന്നെ കരുതാം ഇവരെയും. അല്ലച്ച, ഞാനാന്ന് തന്നെ വിചാരിച്ചോളൂ. നിറം മങ്ങിയ കണ്ണുകളാൽ അയാൾ മകനെ നോക്കി. അന്ന് തന്നെ നഷ്ടപ്പെട്ടെന്ന് കരുതിയത് മുതൽ അച്ഛൻ ഇങ്ങനെയാണ്. മാനസിക നില നഷ്ടപ്പെട്ടു പോയ അച്ഛനെ അന്ന് വരെ തന്നെ കൈപിടിച്ചു കൊണ്ടു നടന്നതുപോലെ തന്നെയാണ് ഇതുവരെയും താൻ കൊണ്ടു നടന്നത്. ഇപ്പോൾ ഇവിടെ ഈ സ്നേഹഭവനത്തിൽ തനിച്ചാക്കി പോവുകയാണ്. കയ്യിൽ നിന്ന് അച്ഛൻ്റെ ചെറിയ വിറയിലുള്ള കൈയെടുത്ത് മാറ്റി എണീറ്റപ്പോൾ ഒരു കുട്ടിയെപ്പോലെ അദ്ദേഹം തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പനിവിടെ ഒരു വിഷമവും ഉണ്ടാവില്ല കേട്ടോ. ദേ, ഈ ജനാലയിൽ കൂടി നോക്കിയാൽ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. വൈകുന്നേരം ഇവിടെ ഇരുന്നാൽ അസ്തമയം കാണാം. സ്നേഹഭവനത്തിൻ്റെ യൂണിഫോം അണിഞ്ഞൊരു പെൺകുട്ടി കട്ടിൽ ഉയർത്തി വെച്ച് അയാളുടെ കവിളിൽ മൃദുവായി എന്ന് തട്ടി പുറത്തേക്ക് പോയി. മെല്ലെ പടികളിറങ്ങി പോകുമ്പോൾ ഉള്ളം വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു. വേറെ നിവൃത്തിയില്ല അച്ഛാ. ഞാൻ ജോലിക്കായി വിദേശത്തേക്ക് പോകുമ്പോൾ ഭാര്യയ്ക്ക് അവളുടെ വീട്ടിൽ നിൽക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട അച്ഛനെ ഞാൻ എന്തു ചെയ്യും? തിരികെ പോരുമ്പോൾ ഭാര്യയെ അവളുടെ വീട്ടിലിറക്കി ഞാൻ എൻ്റെ ബാഗും എടുത്തുകൊണ്ട് നാളെ രാവിലെ വരാം. അവരുടെ കൂടെ ഇറങ്ങാത്തത് കൊണ്ട് മോൾ ചിണുങ്ങാൻ തുടങ്ങി. അത് കാര്യമാക്കാതെ വണ്ടി മുന്നോട്ടെടുത്തു. പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം റൂമിൽ നിന്നും എടുത്ത് ഹാളിലേക്ക് മാറ്റിവെച്ചു. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. മാറിയെടുക്കാൻ അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്തു. തിരികെ അടയ്ക്കാൻ നേരം മുകളിലെ തട്ടിൽ നിന്ന് ഒരു ടെഡി ബിയർ താഴേക്ക് വീണു. ഓർമ്മകൾ നഷ്ടമാകുന്നതിന് മുൻപ് അവസാനമായി അച്ഛന് തനിക്ക് വാങ്ങിച്ചു തന്നത്. അന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് തിങ്ങി ഞെരുങ്ങി പുറത്തെത്തുമ്പോഴേക്കും ഈ പാവം മണ്ണ് പുരണ്ടിരുന്നു. അച്ഛനില്ലാത്ത വീട്ടിൽ അയാൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടി. ഇല്ല, വിദേശത്തേക്ക് പോയി ജോലി ചെയ്തില്ലെങ്കിലും തനിക്ക് ജീവിക്കാം. പക്ഷേ ഇനിയുള്ള കാലം അച്ഛനില്ലാതെ പറ്റില്ല. കുളിയൊക്കെ വന്നിട്ടാകാം. തിരികെ സ്നേഹഭവനത്തിലേക്ക്. സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറഞ്ഞിരുന്നു. നഗരത്തിൽ നിന്ന് മാറി ഗ്രാമപാതയിലേക്ക് വണ്ടി നീങ്ങി. സ്നേഹഭവനത്തിന് മുൻപിലെത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. അവിടുത്തെ ഓഫീസിൽ പോയി താൻ അച്ഛനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ സമ്മതിച്ചു. അച്ഛനായി ഒരുക്കിയ മുറിയിലെത്തിയപ്പോൾ അസ്തമയം കണ്ടുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കി കിടക്കുകയായിരുന്നു അദ്ദേഹം. ഓടിച്ചെന്ന് അയാൾ അച്ഛൻ്റെ കൈ പിടിച്ചു. എന്തോ ഒരു നിധി കൈക്കലാക്കിയ ഭാവമായിരുന്നു അപ്പോൾ അയാളുടെ മുഖത്ത്. അച്ഛാ. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. മനസ്സിലെ കടൽ മുഴുവൻ അയാൾ കണ്ണുകളിലൂടെ ഒഴുക്കിക്കളഞ്ഞു. അച്ഛാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. സ്വതവേ ചെറിയ വിറയലുണ്ടായിരുന്ന അച്ഛൻ്റെ കൈകൾ നിശ്ചലമായിരുന്നു. തുറന്നു കിടന്നിരുന്ന മിഴിക്കോണിലൂടെ ഒലിച്ച കണ്ണീരിൻ്റെ നേർത്ത ഒരു ചാൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. തേങ്ങലിൻ്റെ ഒരു തീജ്വാല അയാളുടെ തൊണ്ടക്കുഴിയെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. തുറന്നു കിടന്ന കൺപോളകൾ കൈകൊണ്ട് ചേർത്തടയ്ക്കുമ്പോൾ അയാൾ അറിഞ്ഞു, തൻ്റെ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു.